അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജീവിതം പുകഞ്ഞുകൊണ്ടിരിക്കുന്ന നെരിപ്പോടാണെന്ന് നിരീക്ഷിച്ചത് ഏത് കവിയാണെന്നറിയില്ല. എങ്കിലും അനുഭവ തീക്ഷ്ണതയുടെ ചുഴിക്കടലിൽ നമ്മളിൽ ഓരോരുത്തരിലേക്കും കടന്നെത്തുന്ന ആശ്വാസത്തിന്റെ തിരുനാളവുമായി കടന്നെത്തുന്ന ഓരോ ജന്മങ്ങളുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഹൃദയം തൊട്ടറിയുന്ന നഗ്നസത്യം. പ്രവാസിയുടെ നെറ്റിത്തടങ്ങളിൽ പൊടിയുന്ന നൊമ്പരപ്പൊട്ടുകൾക്കിടയിലൂടെ, ഓർമ്മയുടെ ചിറകുമുളക്കാത്ത വെപ്രാളപ്പെടലുകൾക്കിടയിലൂടെ ഉമ്മ എന്ന സ്നേഹാക്ഷരത്തിന്റെ നൂൽ നോൽക്കുകയാണ് എൻ്റെ ഈ തൂലികാചലനങ്ങൾ. കാത്തിരിപ്പാണ് ഓരോ മനുഷ്യനെയും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കാത്തിരിപ്പിനും അതിൻ്റെതായ ഒരു സുഖം തന്നെയുണ്ട്. ഒരു കവിതയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴും ഈ സുഖം നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. ആദ്യത്തെ കവിത കാത്തിരിപ്പ്. കാത്തിരിക്കുന്നു ഞാൻ ഒരു കവിതയ്ക്കായി, ഏകനായി മൂകനായി, പാടവരമ്പത്ത് വിദ്യാലയമുറ്റത്ത്, നാട്ടിട വഴികളിലും പ്രതീക്ഷയുടെ പച്ചപ്പ് നിറച്ച് ചിന്തയുടെ ആകാശം തീർത്ത്, പ്രതീക്ഷയുടെ പച്ചപ്പ് നിറച്ച് ചിന്തയുടെ ആകാശം തീർത്ത്, ദൂരെ കാത്തിരിക്കുന്നു ഞാൻ ദൂരേക്ക് കണ്ണുകൾ നീട്ടി, കാത്തിരിക്കുന്നു ഞാൻ ദൂരേക്ക് കണ്ണുകൾ നീട്ടി, കാത്തിരിക്കുന്നു ഞാൻ ദൂരേക്ക് കണ്ണുകൾ നീട്ടി. ഗ്രഹാതുരത്വത്തിന്റെ ഓർമ്മകളുടെ അലോസരപ്പെടുത്തലിൽ കൊണ്ട് പുളയുന്നവരാണ് നമ്മൾ. നൊസ്റ്റാൾജിയ. ഏകാന്തത ഉഴുതുമറിച്ച നൊമ്പരപ്പാടത്ത് മധുരവേദനകൾ വിണ്ടുകീറി. ഏകാന്തത ഉഴുതുമറിച്ച നൊമ്പരപ്പാടത്ത് മധുരവേദനകൾ വിണ്ടുകീറി. കണ്ണീർ ചാലുകൾ വരമ്പ് പൊട്ടിയൊഴുകി. എന്നിട്ടും പച്ചത്തുരുത്തിനായി കാലം മൗനം മാത്രം ബാക്കി വെച്ചു. പച്ചത്തുരുത്തിനായി കാലം മൗനം മാത്രം ബാക്കി വെച്ചു. ഒരിക്കലും പറ്റാത്ത സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും നിറകുടങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉമ്മമാർ. എൻ്റെ ഉമ്മ എന്നുള്ളത് എൻ്റെ മനസ്സിൽ സഹനത്തിന്റെ ഒരു പ്രതീകം തന്നെയാണ്. എൻ്റെ ഉമ്മയെക്കുറിച്ച് എഴുതിയ ഒരു കവിതയാണ് അടുത്തത്. ഉമ്മ. ഇരുണ്ടുകൂടിയ പാതിരാവിൽ വീട് കൂർക്കം വലിക്കുമ്പോഴും ഉമ്മയുടെ കണ്ണുകളിൽ ഉറക്കം തലോടാൻ മടിച്ചു നിന്നു. ഇരുണ്ടുകൂടിയ പാതിരാവിൽ വീട് കൂർക്കം വലിക്കുമ്പോഴും ഉമ്മയുടെ കണ്ണുകളിൽ ഉറക്കം തലോടാൻ മടിച്ചു നിന്നു. വേദനകളെ ഊതിക്കത്തിച്ച അടുപ്പിൻകരയിൽ കണ്ണുനീർ തിളപ്പിച്ചിരുന്നു. മേനി മറ്റു വരണ്ടപ്പോഴും എനിക്കായി അമൃതം കനിഞ്ഞു വെച്ചു. ദാരിദ്ര്യമേറ്റ കൊടിയ വേനലിലും സങ്കടങ്ങളുടെ പെരുമഴയത്തും ഉമ്മയെന്റെ കുടയായി. സങ്കടങ്ങളുടെ പെരുമഴയത്തും ഉമ്മയെന്റെ കുടയായി. ഇന്നീ കല്ലുകൾക്കിടയിൽ നിൽക്കുമ്പോഴും കാണുന്നു ഈ കാൽപ്പാടുകളിൽ ദൈവം വരച്ചു വെച്ച സ്വർഗം. ഇന്നീ കല്ലുകൾക്കിടയിൽ നിൽക്കുമ്പോഴും കാണുന്നു ഈ കാൽപ്പാടുകളിൽ ദൈവം വരച്ചു വെച്ച സ്വർഗം. നിരീക്ഷിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നൊരു ഖുർആനിക സൂത്രം തന്നെയുണ്ട്. ഇതൊരു കവിയെ പ്രചോദിപ്പിക്കുന്നതാവാം. നിരീക്ഷിക്കുന്ന പലതിലും നമുക്കൊരു കലാവൈഭവം തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു കലാവൈഭവം എന്തോ ഒന്ന് കവിത. എന്തോ ഒന്ന്. മണ്ണിൽ വിരിയുന്ന ഓരോ പൂവും വിണ്ണിലേക്ക് നോക്കുന്നു, നമ്മൾ കാണാത്ത എന്തോ കാണുന്ന പോലെ. മണ്ണിൽ വിരിയുന്ന ഓരോ പൂവും വിണ്ണിലേക്ക് നോക്കുന്നു, നമ്മൾ കാണാത്ത എന്തോ കാണുന്ന പോലെ. അടുത്ത കവിത ഫോട്ടോ. കണ്ണുരുട്ടി വെളിച്ചമെറിഞ്ഞ് അറസ്റ്റ് ചെയ്തു. കണ്ണുരുട്ടി വെളിച്ചമെറിഞ്ഞ് അറസ്റ്റ് ചെയ്തു. സ്വപ്നങ്ങൾ മരീചികകളാവുകയും ബാധ്യതകളുടെ പാണ്ഡം പേറി മരുഭൂമിയിൽ അലഞ്ഞു തിരിയുകയാണ് നമ്മുടെ ഓരോ പ്രവാസിയും. കടൽ കടന്നെത്തുന്ന വേദനകളെക്കാൾ ആ പ്രവാസിക്കായിരിക്കട്ടെ അടുത്ത കവിത. പ്രവാസി. ബാധ്യതകളുടെ ഗർഭം പേറി മരുഭൂമിയിൽ ഒരു പ്രസവ വേദന. ബാധ്യതകളുടെ ഗർഭം പേറി മരുഭൂമിയിൽ ഒരു പ്രസവ വേദന. കവി ഹൃദയം തുടിക്കുകയായി. ഭാവനയുടെ ആകാശത്ത് ചിറകടിച്ച് പറന്നുകൊണ്ട് ദൂരേക്ക് വാഹിർ ദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു